ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് നമുക്ക് നോമ്പ് 13 ഇന്ന് നമ്മൾ നോമ്പ് മുറിക്കാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് മോസ്കിലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ വഴി തെറ്റി. നമ്മൾ വന്ന സമയം കണ്ടോ, 3:43 എനിക്ക് തോന്നുന്നു ഇവിടെ ഫുഡ് പ്രിപ്പറേഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അവര് ക്ലോസ് ചെയ്ത് വിടുകയാണ്. നോക്കിയേ, കണ്ടോ, നമ്മൾ വന്നിറങ്ങിയത് ഗേറ്റ് നമ്പർ 3 സോ അതവിടെ ക്ലോസ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ ഗേറ്റ് നമ്പർ 6 തപ്പി പൊക്കോണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ മിന്നു ഉണ്ട്. സോ നിങ്ങൾ എന്നെങ്കിലും UAE വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. താജ്മഹലിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ലൈക്ക് അതിനേക്കാളും ഒക്കെ അല്ലെ 4 ഇരട്ടി അടിപൊളിയല്ലേ. നാട്ടിലൊക്കെ നല്ല ചൂടാണെന്ന് അറിഞ്ഞു, പക്ഷെ ഇവിടെ നമുക്ക് പുറമേ കാണുമ്പോൾ നല്ല ചൂട്, പിന്നെ നല്ലൊരു വെയിൽ കാലാവസ്ഥയാണെങ്കിൽ പോലും കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റാണ്. നോമ്പ് പിടിക്കാനൊക്കെ വളരെ സമാധാനമുള്ള സ്ഥലമാണ്. നമ്മൾ ഇനിയിപ്പോൾ ലൊഹാർക്ക് നമസ്കരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അസറകത്ത് നമുക്ക് നമസ്കരിക്കാം. ആൻഡ് ഇന്ന് നമ്മൾ നേരത്തെ വന്നിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മാമായും ജെസ്സിയും കൂടെ വരും. ഒരുമിച്ചായിരിക്കും നോമ്പ് മുറിക്കുന്നത്. അവര് ആക്ച്വലി പുറത്ത് പോയിരിക്കുകയാണ്. അവരും കൂടെ വന്നിട്ടാണ് നമ്മൾ നോമ്പ് മുറിക്കുന്നത്. പക്ഷെ നമ്മള് വീട്ടിലെ രണ്ടുപേരും വെറുതെ ഇരുന്നുകൊണ്ട് നമ്മൾ നേരത്തെ കയറി വന്നതാണ്. ആൻഡ് പിന്നെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ വിശദമായിട്ടും കാണാം. നല്ല തിരക്കല്ലേ? അതെ, നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 3:45 കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു. അപ്പോഴത്തേക്കും തന്നെ എല്ലാരും വന്നിരിക്കുകയാണ്. ഇവിടെ ഇഫ്താർ കൂടാൻ വന്നിരിക്കുന്നവരെവിടെ എല്ലാരും. കൊറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മള് ലൈക്ക് ഇവിടത്തെ റെക്കോർഡ്സ് പറയുന്നതാണ് 50,000 ആളുകൾക്കാണ് ഓരോ ദിവസം ഇഫ്താർ കൊടുക്കുന്നത്. ആൻഡ് നമ്മൾക്ക് ഇന്ന് കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവണം. ബിക്കോസ് ഇത്രയും തിരക്കിന്റെ ഇടയിൽ ലൈക്ക് ഈവൻ നമ്മൾ പാർക്കിംഗ് സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് 1 ലോഡ് കാറുകളല്ലേ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. ആൻഡ് ഇന്ന് നമുക്ക് ഭാഗ്യം കിട്ടും, ബിക്കോസ് നമ്മൾ എത്രയും നേരത്തെ വന്നതേ ഇഫ്താർ കൂടാനാണ്. അങ്ങനെ നമ്മളിതാ ഗേറ്റ് നമ്പർ E5 അൽനൂർ 5 എന്നാണ് എന്റെ പേര്. സോ അതിൽ കൂടെ കയറുകയാണ്. അൽനൂർ എൻട്രൻസ്. വാട്ട് ഈസ് ദിസ് അൽനൂർ എൻട്രൻസ്? ഞാൻ പറഞ്ഞില്ലേ 6 ആണ്. ഫൈനലി അങ്ങനെ നമ്മൾ പ്രോപ്പർ ഗേറ്റ് കണ്ടുപിടിച്ചെത്തി. അങ്ങനെ നമ്മള് ഗേറ്റ് നമ്പർ 3 നിന്നും പുറത്താക്കി, 5th നിന്നും പുറത്താക്കി. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 6 നമ്മൾ കയറുന്നത്. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റണം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഉണ്ട് ആക്ച്വലി. അടുത്ത എവിടെയെങ്കിലും പാർക്കിംഗ് കഴിഞ്ഞിരുന്നെങ്കിൽ. വിസിറ്റേഴ്സ് പാർക്കിംഗ് കൂടെ കയറ്. ഇവിടെ കയറ്. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ തുറക്കും. നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? വർക്ക്ഷിപ്പേഴ്സ് എൻട്രൻസ് ആണ്. സോ നമ്മൾ C5 പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എൻട്രൻസ് തപ്പി നടക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തെയും പോലെ എൻട്രൻസിൽ ചെക്കിംഗ് ഉണ്ട്. സോ നമ്മൾ ഹാൻഡ് ബാഗും ചെക്ക് ചെയ്യും, അതുപോലെ ഫുൾ ബോഡിയും ചെക്ക് ചെയ്യും. മോസ്കിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ഈ സ്ഥലത്ത് ഞാൻ എങ്ങനെ പോയാലും ഒരു 7-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഓരോ പ്രാവശ്യം വന്നാലും ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്ന അതേ ഫീലിംഗ് ആണ്, അതേ എക്സൈറ്റ്മെൻ്റ് ആണ്. അത്രയ്ക്ക് അടിപൊളിയായ സ്ഥലം. വെരി പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. ഈ മോണുമെൻറ്റ്സും സ്കൾപ്ചേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്ഥലം ഒരു അത്ഭുതമായിട്ട് തോന്നും. അബുദാബിയിലെ രാജാവായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനാണ് ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നത്. അതും 1980s. അദ്ദേഹം മരിച്ചപ്പോൾ
അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നതും ഈ പള്ളി തന്നെയാണ്. അതിനൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് ഈവനിങ് ആ കവറിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഇവിടെ എങ്ങനെ പോയാലും ഒരു 2000 to 3000 വിസിറ്റേഴ്സ് ഡെയിലി വന്ന് പോകാറുണ്ട്. ഇവിടെ കയറണമെങ്കിൽ സ്പെഷ്യൽ ഡ്രസ് കോഡ് ഉണ്ട്. എസ്പെഷ്യലി ഗേൾസിന് ഫുള്ളി കവേർഡ് ആയിരിക്കണം. ഈവൻ വിസിറ്റേഴ്സ് ആണെങ്കിൽ പോലും അവർ അബായ അല്ലെങ്കിൽ പർദ്ദ വാങ്ങിയിടാറാണ് പതിവ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈച്ച് ആൻഡ് എവറിത്തിങ്. ഈ വാൾസ് ആയിക്കോട്ടെ, താഴത്തെ ടൈൽസ്, കാർപ്പറ്റ്സ്, വാച്ചസ്, അതുപോലെ ഈ മുകളിലത്തെ ഒരു ഏരിയ ഉണ്ട് പള്ളി മിനാരം. ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. പല സ്ഥലത്തു നിന്നും പല ആർക്കിടെക്ചേഴ്സും വന്ന് വർഷങ്ങളോളം എടുത്ത് ഉണ്ടാക്കിയ ഒരു അമേസിങ് മോണുമെൻ്റ് ആണിത്. ആൻഡ് ഇത് കാണാൻ ഇവിടെ എത്ര ടൂറിസ്റ്റ് ആണെന്നോ ഡെയിലി വരുന്നത്. ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. അത് വന്ന് തന്നെ കാണണം. ഇവിടെ നല്ല പീസ് വൈബാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും ഇറ്റ് ഓൾവേസ് ഫീൽ വണ്ടർഫുൾ. ഇനി നമുക്ക് മാളിലേക്ക് പോവാം. ഈ മാള് പള്ളിയുടെ അടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ അണ്ടർഗ്രൗണ്ടിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് മാളുണ്ട്. നമ്മളിപ്പോൾ ഇനി മാളിലേക്കാണ് പോകുന്നത്. ആരുടെടുത്തേക്ക് ചോദിച്ചാണ് മോൾ എൻട്രൻസ് തപ്പി പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മുടെ മാളിലേക്ക് ചെന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെ അവിടെ ഷോപ്സുകളാണുള്ളത്. അവിടെ സ്മോൾ മിനിയേച്ചേഴ്സും അബുദാബി റെപ്രസെൻ്റ് ചെയ്തും അതുപോലെ ഷെയ്ഖ് സായിദ് മോസ്ക് റെപ്രസെൻ്റ് ചെയ്തുമുള്ള കുറച്ച് അട്രാക്റ്റീവ് ഐറ്റംസ്. ഇത് മെയിൻലി ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോഴേക്കും ഓരോ മതിലുകളിലായിക്കോട്ടെ, ഓരോ പോസ്റ്ററുകളിലായിക്കോട്ടെ ഈ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ ഹിസ്റ്ററി, ഈ ഓരോ ഡീറ്റെയിലിംഗ്, ആർക്കിടെക്ചേഴ്സ്, എത്ര വർഷം എടുത്തുണ്ടാക്കാൻ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻട്രൻസിലെ ഡോം. ഈ ഡോംസിലൂടെ അണ്ടർഗ്രൗണ്ട് പോയാലാണ് നമുക്ക് ഈ മാൾ എൻട്രൻസ് ഉള്ളത്. ഇത് ആക്ച്വലി ഷെയ്ഖ് സായിദ് മോസ്കിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ നമ്മൾ മാൾ എൻട്രൻസിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പള്ളിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സമയം ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞു. അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നെത്തിയിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. സോ കുറച്ച് ഏരിയാസൊക്കെ ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. നമ്മൾ അസ്ർ നമസ്കാരത്തിന് ശേഷമായിരിക്കും നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ലേഡീസ് പ്രെയർ ഏരിയ. നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതണം എന്നുള്ളവർക്ക് അവിടെ കുറേ ഖുർആൻസും അതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും കുറേ ഗേൾസ് നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലാതെ അവിടെ സലാത്ത് ഇല്ലുന്നവരുണ്ട്, അവിടെ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. എന്തായാലും അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പീസായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 6 മണി കഴിഞ്ഞു, സന്ധ്യയായി വരുന്നുണ്ട്. ഒരുപാട് സ്ഥലം ഓൾറെഡി ഇഫ്താറിന് വേണ്ടി ഫില്ലായിട്ടുണ്ട്. ഇനിയും വരുന്ന ആളുകളുണ്ട്. നമ്മളും ഇനി സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ജെസ്സിയും മാമയും ഓൺ ദ വേ ആണ്. അവർക്കും കൂടി നമ്മൾ സ്ഥലം കണ്ടുപിടിക്കണം. സമയം 6:10 ആകാറായി. ഇവിടെ ബാങ്ക് കേൾക്കുന്നത് 6:30-ക്കാണ്. അവിടെ അപ്പോഴും ഫുഡൊക്കെ സെറ്റ് ചെയ്തവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാൾ കൂടുതൽ ആളന്ന് വരുന്നുണ്ടായിരിക്കണം. നമ്മൾ അന്നവിടെ ഇരുന്നത് ഫാമിലി ഏരിയയിലായിരുന്നു. ആ ഒരു ഏരിയ ഓൾമോസ്റ്റ് വേക്കൻ്റ് ആയിരുന്നു. നമ്മളങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇരിക്കവേ ജെസ്സി മാമയും എത്തി.
നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. നമ്മളുടെ ഇഫ്താർ കിറ്റിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇഫ്താർ കിറ്റിൻ്റെ കൂടെ നമുക്കൊരു കവർ വരുന്നുണ്ട്. അതിൽ ലെമൺ, ജ്യൂസും വെള്ളവുമാണ്. ജ്യൂസ് നോൺ ഷുഗർ ആയിരിക്കും. പിന്നെ മെയിൻ ബോക്സിൽ നമുക്ക് ഒരു ഹാഫ് ചിക്കൻ മന്തി വരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിളും ബനാനയും, പിന്നെ മെയിൻ നമ്മളുടെ ഈത്തപ്പഴവും. അതൊരു കൊച്ചു ബോക്സിലാണ് വരുന്നത്. പിന്നെ 2 സ്മോൾ കണ്ടെയ്നേഴ്സിൽ ഒന്നിലെ സൂപ്പും ഒന്നിലെ സലാഡും. അപ്പോഴേക്കും ജെസ്സിയും മാമിയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഇനി നമ്മൾ മെയിൻ കോഴ്സിലേക്കാണ് പോകുന്നത്. മന്തി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും വലുതായിട്ട് കഴിക്കാത്തതുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് ഷെയർ ചെയ്തത്. ബാക്കി ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. ഇച്ചിരി കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. ഇനി നമുക്ക് മഗ്‌രിബ് നമസ്കരിക്കാൻ പോവാം. നമസ്കാരത്തിന് ശേഷം നമ്മൾ പോകാനിറങ്ങി. നോമ്പ് തുറ കഴിഞ്ഞ പാടെ അത് ക്ലീൻ ചെയ്യാനുള്ള വണ്ടികളും വന്നു കഴിഞ്ഞു. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ വേസ്റ്റൊക്കെ അവർ ക്ലിയർ ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബുദാബിയിലെ രാജാവായ ഷെയ്ഖ് സാദിനെ അടക്കിയിരിക്കുന്ന സ്ഥലം. ഈ ജനങ്ങളെല്ലാവരും മഗ്‌രിബ് നമസ്കരിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള റഷാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളും ഒരു 7:30 ആയപ്പോൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ല ക്ലൈമറ്റായിരുന്നു ആൻഡ് ഒരു പീസ്ഫുൾ ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ ശരി ഗൈസ്.